നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. UDF സ്ഥാനാർത്ഥി MK രാഘവനടക്കമുള്ളവർ വ്യാഴാഴ്ച രാവിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. നിരവധി മണ്ഡലങ്ങളിൽ BJP വിജയം പ്രതീക്ഷിക്കുന്നതായി വി മുരളീധരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. കേരളത്തിൽ 75% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിയോടെ ആരംഭിച്ച വോട്ടെടുപ്പിൽ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. പോളിംഗ് ശതമാനത്തിൽ കണ്ണൂരാണ് തുടക്കം മുതൽ മുന്നിട്ട് നിന്നിരുന്നത്. ആലപ്പുഴ, വടകര, കോഴിക്കോട്, ചാലക്കുടി മണ്ഡലങ്ങളിലാണ് കൂടുതൽ ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും കുറഞ്ഞ ശതമാനം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും അടങ്ങുന്ന പ്രമുഖർ അതിരാവിലെ തന്നെ വോട്ട് ചെയ്തു മടങ്ങിയിരുന്നു. ഇതിനിടെ വിവിധയിടങ്ങളിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. വടകരയിലും വൈക്കത്തും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. കണ്ണൂരിൽ ശ്രീകണ്ഠാപുരത്ത് LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ വോട്ടിംഗ് യന്ത്രം എറിഞ്ഞു തകർത്തിരുന്നു. മറ്റു കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാനെത്തിയ 3ഓളം പേർ കുഴഞ്ഞു വീണ് മരിച്ചതായും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉച്ചകഴിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തത് വോട്ടിംഗിന് തടസ്സം സൃഷ്ടിച്ചു. ദേശീയതലത്തിൽ 91 മണ്ഡലങ്ങളിൽ 50% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ വൈകുന്നേരത്തോടെ സംസ്ഥാനത്ത് 75%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. കോഴിക്കോട് ജില്ലയിൽ മൊത്തം 21,83,474 വോട്ടർമാരാണ് ആകെയുള്ളത്. ഇതിൽ 10,51,835 പുരുഷന്മാരും 11,31,639 സ്ത്രീകളുമാണുള്ളത്. പുരുഷന്മാരെ അപേക്ഷിച്ച് 79,804 സ്ത്രീ വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ട് ബാലുശ്ശേരിയിലാണ്. കുറവ് കോഴിക്കോട് സൌത്തിലും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള അസംബ്ലി മണ്ഡലമാണ് കോഴിക്കോട് സൌത്ത്. ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ കോഴിക്കോടും വടകരയിലും ഏകദേശം തുല്യ വോട്ടർമാരാണുള്ളത്. ജില്ലയിൽ 1883 പോളിംഗ് സ്റ്റേഷനാണ് ആകെയുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ നാദാപുരത്താണ്, കുറവ് കൊടുവള്ളിയിലും. ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ വടകരയിൽ 1044 കോഴിക്കോട് 1003 ബൂത്തുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ 74 നമ്പർ പോളിംഗ് സ്റ്റേഷനായ കുറ്റിക്കാട്ടൂർ AMLPS ആണ്. ഒടുവിലായ വിവരം ലഭിക്കുമ്പോൾ 76% കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി MK രാഘവനടക്കമുള്ളവർ രാവിലെയോടെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. LDF BJP നേതാക്കന്മാർ അടങ്ങുന്ന പ്രമുഖരും പോളിംഗ് ആരംഭിച്ച മണിക്കൂറുകൾക്കകം വോട്ട് ചെയ്യാനെത്തിയിരുന്നു. രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ പാറോപ്പടി മാതൃബന്ധ സ്കൂളിലെത്തി വോട്ട് ചെയ്തു. SDPI സ്ഥാനാർത്ഥി മുസ്തഫ കൊമ്മേരി ALP സ്കൂളിലും RP സ്ഥാനാർത്ഥി NP പ്രതാപ് കുമാർ ചേവരമ്പലം സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി T സിദ്ദീഖ് കോഴിക്കോട് JDT ഇസ്ലാമിക് സ്കൂളിൽ എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. മന്ത്രി MK മുനീർ കുടുംബത്തോടൊപ്പം സെന്റ് വിൻസെന്റ് ഗേൾസ് സ്കൂളിലും പ്രദീപ്കുമാർ MLA വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിലും വി മുരളീധരൻ കാരപ്പറമ്പ് സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. നിരവധി മണ്ഡലങ്ങളിൽ BJP വിജയം പ്രതീക്ഷിക്കുന്നതായും കേരളത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വഴിവെക്കുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. കാരപ്പറമ്പ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി മണ്ഡലങ്ങളിൽ BJP വിജയം പ്രതീക്ഷിക്കുന്നതായും കേരളത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വഴിവെക്കുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. കാരപ്പറമ്പ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റത്തിന്റെയും അഴിമതിയുടെയും പര്യായമായി മാറിയ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവിന്റെ തുടക്കമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. കേരളത്തിലെ സമൂഹത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വഴിതെളിക്കും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും നിരവധി മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വലിയ തോതിൽ കേരളം മുഴുവൻ എല്ലാ ഭാഗങ്ങളിലും രാവിലെ തന്നെ വലിയ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്.
ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയപ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിരവധി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ് മികച്ച പോളിംഗ്. ബിജെപിക്ക് ഏറ്റവും അധികം വിജയപ്രതീക്ഷയുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും പുതിയ വോട്ടർമാർ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നും കോഴിക്കോട് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി KP രതീഷ് കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും പുതിയ വോട്ടർമാർ ഉൾപ്പെടെ ആം ആദ്മിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നും കോഴിക്കോട്ടെ ആം ആദ്മി സ്ഥാനാർത്ഥി KP രതീഷ് പറഞ്ഞു. നല്ല പ്രതീക്ഷയാണുള്ളത്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലൊക്കെ മനസ്സിലായത്. അത് നല്ലൊരു പ്രതീക്ഷ. കാര്യം ഒരു പുതിയൊരു രാഷ്ട്രീയ ശൈലിയും ഒരു പുതിയ മുദ്രാവാക്യവും മുന്നോട്ട് വെച്ചത് കോഴിക്കോടുകാരെ ഏറ്റെടുത്തതായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ബദൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിലേക്കും ഒരു പുതിയൊരു രാഷ്ട്രീയം, എന്താണ് ഒരു പുതിയ പ്രവർത്തന ശൈലി എന്നുള്ളൊരു സന്ദേശം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതാണ് മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കണ്ടു പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത്. അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സന്ദേശം. ഈ നമ്മൾ പ്രതികരണം മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതുവരെ വോട്ട് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരുന്ന ആളുകൾ, ഇനി വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാതിരുന്ന പുതിയ യങ്സ്റ്റേഴ്സ്, അവരെല്ലാം തന്നെ വോട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുകയും വോട്ടേഴ്സ് പട്ടികയിൽ പേര് വരുത്തലാണല്ലോ ആദ്യത്തെ ചടങ്ങ്, അതിന് വളരെ താല്പര്യത്തോടെ വരികയും ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും ഡൽഹി, ഗൾഫിൽ നിന്നടക്കം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു മെസ്സേജാണ്. തീർച്ചയായും ആം ആദ്മി പാർട്ടി വന്നതുകൊണ്ട് പോളിംഗ് ശതമാനം തീർച്ചയായും കൂടി. ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് വിട്ടുനിന്ന ആളുകളും പുതിയ വോട്ടർമാർ നല്ല രീതിയിൽ, എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ ഫീൽഡിലോ IT ഫീൽഡിലൊക്കെയുള്ള ഒത്തിരി പേരുണ്ടല്ലോ, അവരൊക്കെ ഈ പ്രാവശ്യം വോട്ട് ചെയ്യും ഉത്സാഹത്തോടു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നതായും KP രതീഷ് കൂട്ടിച്ചേർത്തു. ജില്ലയിലെ 23 പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളും ഹാൻഡെക്സും ഹാൻവീവും പങ്കെടുക്കുന്ന വിഷു കൈത്തറി മേള പാവമണി റോഡിൽ റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറി കോമ്പൗണ്ടിൽ തുടരുന്നു. കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വൻശേഖരമാണ് മേളയെ വ്യത്യസ്തമാക്കുന്നത്. വിഷുവിന്റെ വരവറിയിച്ച് ഇത്തവണയും നഗരത്തിൽ വസ്ത്രപ്രദർശന മേളകൾ സജീവമാകുകയാണ്. ജില്ലയിലെ 23 പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളും ഹാൻഡെക്സും ഹാൻഡ്വീവും പങ്കെടുക്കുന്ന വിഷു കൈത്തറി മേളയാണ് പാവമണി റോഡിലെ റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി കോമ്പൗണ്ടിൽ ആരംഭിച്ചത്. വൈവിധ്യമാർന്ന കൈത്തറി സാരികൾ, സെറ്റുമുണ്ട്, ധോത്തികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയാണ് മേളയിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ഇവ 20% റിബേറ്റോടെയാണ് ലഭിക്കുന്നത്. സംസ്ഥാന കൈത്തറി വികസന കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് മേള നടത്തുന്നത്. 500 രൂപയ്ക്ക് മുകളിൽ ഉൽപ്പന്നം വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പൺ ലഭ്യമാക്കുന്നുണ്ട്. 14ഓടെ മേള സമാപിക്കും. വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഉൽപ്പന്നങ്ങളുമായി രാജസ്ഥാൻ ഗ്രാമീണ മേള ശ്രദ്ധേയമാകുന്നു. രാജസ്ഥാനിൽ ഗ്രാമീണ ഉൽപ്പന്നങ്ങളാണ് മേളയെ ആകർഷകമാക്കുന്നത്. കരകൌശല ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വ്യത്യസ്തവും കൌതുകവുമാർന്ന ശേഖരം തന്നെയാണ് കോൺഗ്രസ് ഗ്രൌണ്ടിൽ ആരംഭിച്ച രാജസ്ഥാൻ ഗ്രാമീൺ മേളയിൽ കാണാനാവുക. വിവിധ സ്റ്റാളുകളിലായി ഒരുക്കിയ ഗ്രാമീണതയുടെ കഠിനാധ്വാനത്തിന്റെ നേർക്കാഴ്ചകളാണ് കരകൌശല വസ്തുക്കളിൽ കാണാനാവുക. ഗുജറാത്തിലെ കച്ച് മേഖലയിൽ നിന്നുള്ള കന്ത, ജെറി വർക്കുകളുള്ള തുണിത്തരങ്ങളും ബനാറസിൽ നിന്നുള്ള കോട്ടൺ സിൽക്ക് സാരികളും മേളയെ ആകർഷകമാക്കുന്നു. ജയ്പൂർ ഖാദി കുർത്ത, പൈജാമ, ഷർട്ടുകൾ തുടങ്ങിയവയും കൂട്ടത്തിലുണ്ട്. ഏപ്രിൽ 14 മേള സമാപിക്കും. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്ലബിൽ ഖാദി വിഷുമേള ആരംഭിച്ചു. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% വിലക്കിഴിവുണ്ട്. മേള 13 സമാപിക്കും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്ലബ്ബിലാണ് ഖാദി വിഷുമേള ആരംഭിച്ചിട്ടുള്ളത്. ഖാദി ഉൽപ്പന്നങ്ങളായ മുണ്ട്, ഷർട്ട്, ബനിയൻ, സാരി, കിടക്കവിരി എന്നിവയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, മുളയരി, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ, വിവിധതരം അച്ചാറുകൾ, ഖാദി ബാർ സോപ്പ് എന്നിവയും മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ്. ഖാദി ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗ്രാമീണ യൂണിറ്റുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട്. 30% കിഴിവിലാണ് ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നത്. പ്രദർശനം 13 സമാപിക്കും. വിഷുവിനോടനുബന്ധിച്ച് പാലക്കാടൻ കലങ്ങൾ നഗരത്തിൽ വിവിധയിടങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തി. മൺപാത്ര നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാണെങ്കിലും വർഷം തോറും കോഴിക്കോടെത്തുന്ന കച്ചവടക്കാർ ഇത്തവണയും കലവുമായി എത്തിയിരുന്നു.
ചിലരെങ്കിലും ഇപ്പോഴും വിഷുവിന് പുതിയ കലം ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് പാലക്കാട് നിന്ന് ഇവർ ഇത്തവണയും മൺപാത്രങ്ങളുമായി കോഴിക്കോടെത്തിയത്. ഇവരിൽ പലരും 25-30 വർഷമായി ഓണം വിഷു കാലങ്ങളിൽ കോഴിക്കോട്ടെ വിപണികളിലെത്തുന്നു. അത്യാവശ്യം വലിപ്പമുള്ള കലങ്ങൾക്ക് 200 രൂപയാണ് വിലയിടാക്കുന്നത്. പാലക്കാടൻ കലങ്ങൾക്ക് കോഴിക്കോട് ആവശ്യക്കാരേറെയാണ്. എന്നാൽ ഇന്ന് പ്രതിസന്ധിയുടെ നടുവിലാണ് കച്ചവടക്കാർ. പാത്രങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ മണ്ണ് ഭാരതപ്പുഴയിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നാൽ കർശന നിയന്ത്രണമുള്ളതുകൊണ്ട് മണ്ണ് ലഭിക്കാത്തതാണ് പ്രധാന പ്രശ്നം. ആവശ്യത്തിന് വിറക് ലഭിക്കാത്തതും ഇവരെ കുഴക്കുന്നു. പുതിയ തലമുറ മൺപാത്ര നിർമ്മാണ മേഖലയോട് വിമുഖത കാണിക്കുന്നതും പ്രശ്നമാണ്. കച്ചവടക്കാരെല്ലാം മധ്യവയസ്സ് പിന്നിട്ടവരാണ്. വർഷങ്ങളായി തുടർന്നു വരുന്നതുകൊണ്ട് മാത്രം കച്ചവടത്തിനെത്തുന്നവരാണ് അധികവും. എന്തായാലും ഈ വിഷുവിനും വലിയ കച്ചവടം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇവർ കോഴിക്കോട്ടെ വിപണികളിൽ തങ്ങളുടെ മൺപാത്രങ്ങളുമായി എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ വിനീഷിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് എടുത്ത കുഴി ശരിയായി മൂടാത്തത് മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡിൽ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് ദുരിതയാത്ര. അപകട സാധ്യതയോടൊപ്പം പൊടിശല്യവും രൂക്ഷമാണ് റോഡിൽ. പൊടിയോടൊപ്പം അപകടവും ഇങ്ങനെ വിലയിരുത്താം മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുത്തതിനെ തുടർന്ന് ശരിയായി മൂടാത്ത റോഡിനെപ്പറ്റി. ആഴ്ചകൾക്ക് മുൻപാണ് റോഡിൽ കുഴിയെടുത്തത്. ഇപ്പോൾ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. എന്നാൽ ശരിയായി മൂടാത്തത് കാരണം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകട ഭീഷണിയിലാണ്. മണ്ണ് ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ടത് കാരണം വാഹനങ്ങൾ തെന്നിപ്പോകുന്ന അവസ്ഥയുണ്ട്. പൊടിശല്യവും രൂക്ഷമാണ് റോഡിൽ. നഗരത്തിലേക്കുള്ള പ്രധാന റോഡിലാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ദുരിതയാത്ര നടത്തേണ്ടി വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. UDF സ്ഥാനാർത്ഥി MK രാഘവനടക്കമുള്ളവർ വ്യാഴാഴ്ച രാവിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. നിരവധി മണ്ഡലങ്ങളിൽ BJP വിജയം പ്രതീക്ഷിക്കുന്നതായി വി മുരളീധരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.